ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പലതരം വ്ളോഗുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേട്ടോ. അപ്പോൾ കസിൻസിൻ്റെ ഒപ്പം ഫാമിലിക്കൊപ്പം എല്ലാം പോയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ശ്രീമോളെയും കൂട്ടിയിട്ട്, അതായത് കല്യാണ പെണ്ണിനെയും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. കോഴിക്കോടാണ്. എവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് വയ്യ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും എൻ്റെ ബ്രദറും പിന്നെ ശ്രീമോളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും അജേട്ടനും അമ്പാടിയും ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ റോഡിൽ പോയിട്ട് നിൽക്കാം, എന്നിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയാണ് എങ്ങനെയൊന്നും അറിയില്ല. എനിവേയ്സ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ ഫ്യൂച്ചറിലിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ തുടർന്ന് വീഡിയോ കണ്ടോളൂ കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു 8 മണിയായപ്പോഴത്തേക്ക് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഇതാ മാങ്ങ കഥയൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതാണ് മുകളിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. പുളിയമാവ് ചെറുതായിട്ട് പൂത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു 8:10 ആയപ്പോഴത്തേക്കും അമ്മയും ഏട്ടനും പിന്നെ ശ്രീമോളും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ, വണ്ടിയിലിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി നേരെ നമ്മുടെ കോഴിക്കോടേക്കാണ് പോകുന്നത്, വെഡ്ഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുതിയ പെണ്ണിനെയും കൂട്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവളെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിക്ക് ശാരികാവ് ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ലോട്ടറി വിൽക്കുന്ന ചേട്ടൻ വന്നിട്ട്, ആ ചേട്ടൻ ഇതാ ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ പ്രോ ആണെങ്കിൽ എന്താ പറയുക, തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീമോളും അമ്മയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഏട്ടൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വരാൻ പോകല്ല, അതിൻ്റെ ത്രില്ലിലൊക്കെയാണ് എല്ലാവരും. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഒന്നും എടുക്കേണ്ടതെന്ന്. എൻ്റെ സ്വന്തം ഏട്ടനാണ് പറയുന്നത്, വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല. ഇതൊക്കെ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടന് ഈ വീഡിയോ ഒന്നും എടുക്കാനും ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണാതെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, എന്തോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഒരു 10 മണിയാകുന്നപ്പോഴത്തേക്കും എന്താ പറയുക, കോഴിക്കോട് ജയലക്ഷ്മിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്പാടി ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റത് കാരണം ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് മയങ്ങുകയൊക്കെ ചെയ്തു. അവിടെ എത്തിയപ്പോഴത്തേക്കും എഴുന്നേറ്റ് കേട്ടോ. പിന്നെ അമ്മേൻ്റെ സാരി എന്തൊക്കെയോ പുതിയത് എടുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനും വേണ്ടിയിട്ടും പിന്നെ എന്തൊക്കെയോ ബ്ലൗസ് പീസും എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കവറിലാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫ്രണ്ടിലേക്ക് നടന്നിട്ട് ഒരു നമുക്ക് ശ്രീമോള ഡ്രസ്സ്, അതായത് വെഡ്ഡിങ് സാരി പുടവ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അവളെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മളെടുക്കുക. അപ്പോൾ അവൾ മെറൂൺ ഒരു റെഡ് കോംബോ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് റെഡോ അല്ലെങ്കിൽ മെറൂണിലോ വരുന്ന സാരിയാണ് വേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചേച്ചി നോക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ചേച്ചി ഇതൊക്കെയോ സാരീസൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അത് ചേച്ചി എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. രാവിലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജയലക്ഷ്മിയിൽ. അത് തന്നെയായിരുന്നു നമുക്ക് വേണ്ടത്. എപ്പോഴും വന്നാലും തിരക്കാണ് ഉണ്ടാവാറ്. ഇന്നിപ്പോൾ കാലത്തേ എത്തിയതുകൊണ്ട് വലിയ തിരക്കൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കൂടുതലും മെറൂൺ അല്ലെങ്കിൽ റെഡിൽ വരുന്ന സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലിഷ്ടപ്പെട്ടത് ഫസ്റ്റ് എടുത്ത ആ സാരിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് കിടക്കുന്ന സാരി, അതായത് അന്ന് നിങ്ങൾ കണ്ടല്ലോ ഒന്ന് വൃത്തി വെച്ചത്. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്കും പിന്നെ എനിക്ക് കല്യാണ സാരി നോക്കണമെന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ. പിന്നെ ആ ചേട്ടനും അമ്പാടിക്കും എല്ലാവർക്കും ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ. അച്ഛനിന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വെറൈറ്റി ഒരു എന്താ പറയുക, ഷെയ്ഡ് ഏതാണ്ട് ഒന്നാണെങ്കിലും അതിൽ വർക്കൊക്കെ വരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോലെയൊക്കെ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക സെറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീമോളെ അങ്ങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പാടി ഇതാ കാലത്ത് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നട്ട്സൊക്കെ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വെള്ളം, വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അവൻ അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഇഷ്ടത്തിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓരോന്നും. അപ്പോൾ അമ്പാടി ഇത് അവിടെ നിന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് അവിടെ നിന്ന് നട്ട്സൊക്കെ കഴിക്കുകയാണ് വലിയ കാര്യത്തിൽ. ക്യാമറ എടുക്കുന്ന കണ്ടാൽ വേണ്ടാന്ന് പറയും കേട്ടോ.
അപ്പോൾ അവൾ ഇങ്ങനെ നോക്കുകയാണ് എന്താ വേണോ വേണ്ടിയോ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കിയിട്ട് വേറെ നോക്കാമെന്ന് പറഞ്ഞു. അവൾ ഓക്കെ പറയുന്നത് വരെ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് അധികം എന്താ പറയുക സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സാരി നമുക്കും അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ പുടവയായിട്ട് ഏത് സാരിയാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഓരോ ഡ്രസ്സും എല്ലാം ഇപ്പം സർപ്രൈസായിട്ട് വെക്കുകയാണ്. കല്യാണത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ജയലക്ഷ്മിയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ വലിയ കുഴപ്പത്തിൽ എന്നോട് ആരും ഒന്നും സംസാരിച്ചില്ല കാര്യമായിട്ട് കേട്ടോ. അവനെ നമുക്ക് കല്യാണത്തിന് എന്തായാലും ഇതേപോലെ കല്യാണ ഡ്രസ്സ് അല്ലെങ്കിൽ പുടവ റിസപ്ഷൻ്റെ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് ആരും ഇവിടുന്ന് സ്റ്റാഫൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല കേട്ടോ. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് എന്താ പറയുക ഷൂട്ട് ചെയ്യാതെ വയ്യല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ എന്നൊക്കെ കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീമോളെ, അതായത് നമ്മുടെ പുതിയ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ, അതായത് പുടവ സാരി എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുശേഷം അമ്മയ്ക്ക് കല്യാണത്തിന് ഇടാനുള്ള സാരിയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാരിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് സാരി നോക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഇത് അവിടുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സെൽഫിയൊക്കെ. ഏട്ടനും അമ്പാടിയും ശ്രീമോളും അവിടുന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം എന്നെ എടുക്കണ്ട എന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അജേട്ടൻ ഞാനിതാ വീഡിയോക്ക് ജസ്റ്റ് വേണ്ടി ഒന്ന് പോസ് ചെയ്തതാണ്. അപ്പോൾ അമ്മയ്ക്കുള്ള സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഷെയ്ഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. കാരണം നമ്മൾ സാരി നോക്കുമ്പോൾ നമുക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. പക്ഷേ മാച്ച് ചെയ്ത് നോക്കിയാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഒരു ഇത് കിട്ടുള്ളൂ. അങ്ങനെ അമ്മയുടെ സാരിയും സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ശ്രീമോളെ റിസപ്ഷൻ്റെ ലെഹങ്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, എൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് റിസപ്ഷൻ്റെ ഡ്രസ്സ് ഓൾറെഡി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാച്ചായിട്ടുള്ള കളറ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ശ്രീമോക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു തരത്തിലുള്ള കളറാണ് നമ്മൾ ആക്ച്വലി ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലെഹങ്കയാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾക്ക് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ഇത് വെൽവെറ്റിൻ്റെയാണ് ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. എടുത്ത് പൊക്കി നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവളും പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത്ര ഹെവി ആയിട്ട്, അതായത് പിടിച്ച് നടക്കാനൊന്നും അധികം ഇങ്ങനെ ഹെവിനെസ് ഉള്ളത് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റി കളക്ഷൻസൊക്കെ അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരു മെറൂൺ ഷെയ്ഡ്, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് മെറൂൺ, പിന്നെ റെഡ് കളറിലൊക്കെ ആയിരുന്നു പിന്നെ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല, ഒരു കോഫി ഷെയ്ഡോ അങ്ങനത്തെ എന്തൊക്കെയോ ഷെയ്ഡൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കളറ് മനസ്സിലായില്ല. ഇത് ക്യാമറ കാണുമ്പോൾ വേറെ ഏതോ കളറ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അധികം അവളെ ഡ്രസ്സൊന്നും എടുക്കാൻ അത്ര ടൈം എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലെഹങ്കയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ടോപ്സും അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ടോപ്സൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒത്തിരി നോക്കാൻ അവൾക്കും മടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ സാരിയിലേക്ക് എത്തിയിട്ടുണ്ട്. സാരി എന്ന് പറയുമ്പം സൽക്കാര സാരി ഉണ്ടല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവളെ വീട്ടിൽ പോവുമല്ലോ. അപ്പോൾ അതിനുള്ള സാരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുത്തില്ല. പിന്നെ അച്ഛനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ അടിപൊളി ഷർട്ടിൻ്റെ കട്ട് പീസും അതിൻ്റെ മുണ്ടും ഒക്കെ ഞാനും അമ്മയും ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛൻ വന്നില്ലെങ്കിലും അച്ഛനെ പറ്റി അടിപൊളിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ എൻ്റെ സ്വന്തം ഏട്ടന് വേണ്ടിയിട്ടുള്ള കല്യാണ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ മുണ്ട് ഇഷ്ടപ്പെട്ടു, ഒരു കൈത്തറീൻ്റെ മുണ്ടായിരുന്നു. പക്ഷേ അത് സെലക്ട് ചെയ്തില്ല കേട്ടോ. അതിന് പറ്റിയ കുർത്ത ടൈപ്പുള്ള അത് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാതെ പിന്നെ മുണ്ടും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. നമ്മൾ നേരെ ഫുഡിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഒരു മണി 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. നേരെ നമ്മൾ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. കുറച്ച് സമയം ഇരിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി. അങ്ങനെ ചിക്കൻ ബിരിയാണിയും പിന്നെ വേറെ എന്തോ ഒരു മീനിൻ്റെ ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അയക്കൂറിയായിരുന്നോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു. ഞങ്ങൾ കഴിച്ചു. ഇത് ഓട്ടോയിലേക്ക് അവിടുന്ന് ഓട്ടോ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഫുഡൊക്കെ നല്ലപോലെ വയറ് നിറച്ച് എല്ലാവരും കഴിച്ചേ. പിന്നെ നമ്മളിത് പാർക്കിങ്ങിലോട്ട് പോയി കാറിൽ കയറി നേരെ പോയിട്ടുണ്ടായിരുന്നത് കല്യാൺ കേന്ദ്രയിലേക്കാണ്. കാരണം ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നോക്കാനായിട്ട്. എനിക്കാണെങ്കിൽ വെഡ്ഡിങ്ങിന് എടുക്കാനുള്ള സാരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പച്ച കളറിൽ ഒരേ പിടുത്തായിരുന്നു. എനിക്കത് തന്നെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ മനസ്സിന്. കാരണം എനിക്കെന്തോ ഒരു ഇഷ്ടമാണ് ചാണക പച്ച കളറ്. അപ്പോൾ അതിൽ വരുന്ന രീതിയിലുള്ളൊരു സാരി എടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ജയലക്ഷ്മിയിൽ നിന്ന് കിട്ടാഞ്ഞേ പിന്നെ ഞങ്ങളിതാ കല്യാൺ കേന്ദ്രയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ മെയിനായിട്ട് എൻ്റെ സാരി നോക്കണം. പിന്നെ എൻ്റെ ഏട്ടൻ ബ്രോനൊരു എന്താ പറയുക കല്യാണ ഡ്രസ്സിന് ഇടുന്ന ഒരു എന്താ പറയുക കുർത്തയും മുണ്ടും അതൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ സാരിയൊക്കെ വെച്ച് നോക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുവിധം നോക്കി ഒരു പച്ച സാരിയും പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ശ്രീമോക്ക് വേണ്ട കുറച്ച് കുർത്താസും അതേപോലെ ടോപ്സും. അവൾക്ക് ചുരിദാർ അധികം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് കുർത്തയിൽ എന്താ പറയുക ടോപ്സിലൊക്കെയാണ് കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശ്രീമോക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുർത്താസും ടോപ്സും ഒക്കെ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഏട്ടന് ഇഷ്ടപ്പെട്ട എന്താ പറയുക മുണ്ട് ഷൂട്ടൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വടകരയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അജേട്ടൻ്റെയും അമ്പാടീൻ്റെയും റിസപ്ഷൻ്റെ ഡ്രസ്സ് നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരുന്ന അവിടെ നിന്ന് നമ്മൾ കല്യാൺ കേന്ദ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഗീതയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്ന് 2 ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് പുറത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതും സെലക്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ നാട് പിടിക്കുകയാണ്. വടകരയിൽ നമ്മൾ G2B എന്ന് പറഞ്ഞ സ്റ്റിച്ചിങ് ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രീമോളുടെയും അമ്മേൻ്റെയും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ടതൊക്കെ അവിടെ കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് ഫീഡ് ഫാഷനിലേക്കാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ചപ്പൽ നോക്കാൻ വേണ്ടിയിട്ട്. അതായത് അമ്മയ്ക്കും എനിക്കും ശ്രീമോക്കും ഒക്കെ വേണമായിരുന്നു. അങ്ങനെ ഫീഡ് ഫാഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ട് ചെരുപ്പൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുറച്ച് സമയം അവിടെ നോക്കിയിരുന്നു. ശ്രീമോക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ ഞാനൊന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു അമ്മയും എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഏതാണ്ട് എൻ്റെ ആ ഒരു സെയിം ചപ്പൽ തന്നെയാണ് അമ്മ യൂസ് ചെയ്തത്. പക്ഷേ അമ്മേൻ്റെ കുറച്ച് ചെറിയ സൈസായിരുന്നു കേട്ടോ. എൻ്റെ ഇച്ചിരി വലുതുമായിരുന്നു. പിന്നെ ശ്രീമോക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള ചെരുപ്പ് അങ്ങനെയുള്ളതൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗിലൊക്കെ ഹാൻഡ് ബാഗ്സിലൊക്കെ അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് അജേട്ടൻ ഹരിദാസൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടീനെയും കൂട്ടിയിട്ട് അവന് തണുപ്പായത് കാരണം കാണിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ എന്താ പറയുക MLA ജ്യൂസ് കട ചായ പീടിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുക പാർക്ക് ഹോസ്പിറ്റലിനൊക്കെ അടുത്തായിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്നാക്സും എന്തൊക്കെയോ കോഫിയോ എന്തൊക്കെയോ കുടിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. അതിനുശേഷം നേരെ ഇനി നാട്ടിലേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.